ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പഴയ നമ്മുടെ ഷോൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ. അടിപൊളി ഐഡിയ ആണ്. നമുക്കിനി ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഷോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നടുവേ മടക്കാട്ടോ. നമ്മളന്ന് അടിക്കുന്നത് ഷോൾ വെച്ചിട്ട് പാലസോ പാൻറ്റാണ്. നല്ല ഭംഗിയുള്ള ഷോൾ, അതോടെ ഞാൻ വെച്ചത് വേസ്റ്റ് ആക്കണ്ടെന്ന് ഓർത്തു കേട്ടോ. രണ്ടാക്കി മടക്കിയ ശേഷം അറിയില്ല, ഷോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2.5 മീറ്റർ 2.5 മീറ്റർ ഉണ്ടാവുമല്ലോ. രണ്ടാക്കി മടക്കിയതിനകത്ത് ഇതുപോലെ നമുക്ക് വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് നമ്മളുടെ ലെങ്ത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ സീം അലവൻസ് എത്ര വേണ്ട അതുകൂടി നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലെങ്ത്ത് പ്ലസ് സീം അലവൻസ് ഒക്കെ അതൊക്കെ കൂടി ചേർത്ത് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലെങ്ത് എത്ര നമ്മൾ സാധാരണ പാൻറ്റിനെടുക്കുക അത് മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത്തിൻ്റെ ഇവിടെ നമുക്ക് കാല് മടക്കി അടിക്കാനുള്ള സീം അലവൻസ്, പിന്നെ എലാസ്റ്റിക് ഫോൾഡ് ചെയ്യാനുള്ള സീം അലവൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് എല്ലാം, അതായത് കാല് അടിക്കാൻ എത്ര വേണോ അതുപോലെ തന്നെ എലാസ്റ്റിക് മടക്കി അടിക്കാൻ എത്ര വേണോ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അരവണ്ണം, നമ്മുടെ അരയുടെ റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ നമുക്ക് ലൂസ് എത്ര കൊടുക്കണം, അതുപോലെ തന്നെ നമുക്ക് തയ്യൽ തുമ്പ് എത്ര വേണം കൂടി ചേർത്ത് അരവണ്ണം കൂടി നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ലെങ്ത്ത് വന്നിട്ട് 36 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ അരവണ്ണം വന്നിട്ട് ഞാനൊരു 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അരവണ്ണം 14 ഇഞ്ചിനെ നമ്മൾ താഴോട്ടേക്ക് ക്രോച്ച് ഏരിയ ആയിട്ട് നമ്മൾ 14 ഇഞ്ചിനെ ക്രോച്ച് അരവണ്ണം എടുത്തു അത് തന്നെ ക്രോച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാലിൻ്റെ റൗണ്ട് വന്നിട്ട് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, എന്നിട്ട് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അരവണ്ണത്തിൽ ഒന്ന് ക്രോച്ചിലോട്ടൊരു ലൈന് നമ്മളങ്ങ് കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ ക്രോച്ച് കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് അങ്ങോട്ടേക്ക് കുറച്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എൽ ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നത് 3 ഇഞ്ച്. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ ഒരു കർവ് നമ്മൾ അപ്പം നമുക്ക് എന്നിട്ട് ആ ഒരു 3 ഇഞ്ചിലേക്ക് നമ്മളുടെ ആ ക്രോച്ചിൻ്റെ ലൈനിൽ നിന്ന് ജസ്റ്റ് ഒരു കർവ്, അതിനൊന്നും മെഷർമെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം ക്രോച്ചിൽ നിന്നും നമ്മുടെ നമ്മുടെ കാലിൻ്റെ റൗണ്ട് എടുത്തിരിക്കുന്നത് 10 ഇഞ്ചല്ല, പാലസോ പാൻറ്റിന് 10, 12, 13, 9 ഒക്കെ എടുക്കാം. അപ്പം ഞാനത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി അങ്ങോട്ട് ആദ്യം ഡോട്ട് പോലെ ഇട്ടിട്ട് അതിനുശേഷം യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതെ മാക്സിമം ഷെയർ ചെയ്തുള്ള ഒരു ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. പിന്നെ അത് മാത്രമേ നമുക്ക് വീട്ടിലിടാമല്ലോ. പിന്നെ അത്യാവശ്യം നല്ല ഷോളാണെങ്കിൽ പുറത്തേക്ക് ഇടാം. ഒരു പാൻറ്റ് മേടിക്കണമെങ്കിൽ ഒരു 200 രൂപ, 150 നല്ല ക്വാളിറ്റി ഉള്ളതെങ്കിൽ 200, 250 രൂപ കൊടുക്കണം. ഇതിപ്പോൾ ഒരു എലാസ്റ്റിക് ഉണ്ടെങ്കിൽ ധാരാളം. ഇനി എലാസ്റ്റിക് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതായത് നമുക്ക് നാട വെച്ചിട്ടാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പണ്ടൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അല്ലേ, ചുരിദാറിനൊക്കെ. അപ്പോൾ അതിങ്ങനെ 2 പീസ് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വശം ചേർത്ത് വെച്ച ശേഷം ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോളൂ എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ക്രോച്ച് ഏരിയ എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമുക്ക് ഓരോരുത്തരുടെ അളവുകൾക്ക് അനുസരിച്ച് മാറും. അതുപോലെ തന്നെ ഹിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാറും. അതൊക്കെ അതിനനുസരിച്ച് വേണം ചെയ്തെടുക്കാൻ. അപ്പം മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവരവർക്ക് നമുക്ക് അറിയാമല്ലോ, അതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ചേർത്ത് വെച്ച ശേഷം 2 പീസും കൂടി ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ 2 സൈഡും ചെയ്തെടുക്കുന്നത്. ആദ്യം ഇങ്ങനെ ഈ 2 പീസുകൾ മേലെ വെച്ചു. അതിനുശേഷം ഇത് കണ്ട ഇങ്ങനെ നമുക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും തയ്ച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തു. അതിനുശേഷം നോക്കിക്കേ, ഇതിനെ നേരെ നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി ഇങ്ങനെ നമുക്ക് ആക്കിയിട്ട് ഇപ്പുറത്തും കൂടി ചെയ്തെടുക്കാം. എളുപ്പമാണ് ചെയ്യാനായിട്ട്. പാലസോ പാൻറ്റാണ് നമുക്ക് ഇടുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻറ്റ് എന്ന് പറഞ്ഞാൽ പാലസോ പാൻറ്റ്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് 2 സൈഡിലും നമ്മൾ തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, തയ്യൽ കാണുന്നുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാല് മടക്കി അടിക്കണം. അപ്പോൾ കാല് നമുക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് മടക്കിക്കുക. 2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ വെച്ചിട്ട് നമുക്ക്, അതായത് ആദ്യം 1 ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇഞ്ച് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ 1.5 ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്യാം, അങ്ങനെ. അപ്പോൾ എന്നിട്ട് കാല് ഒന്ന് 2ആക്കി മടക്കിയിട്ട് ഒന്ന് അടിക്കുക. ഓക്കെ, ആദ്യം 1 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും 1 ഇഞ്ചും കൂടി മടക്കിയിട്ട് അങ്ങനെ നമുക്ക് കാല് 2ഉം കൂടി നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ട ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി അടിച്ചിട്ട് കൊണ്ടുവരാം. 2 കാലും മടക്കി അടിക്കാം. അപ്പോൾ ഞാൻ കാലും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ. അപ്പോൾ കാലും നമ്മളിതുപോലെ മടക്കി അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2 പീസ് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ സെൻറ്റർ കണ്ടോ, അതായത് നമ്മുടെ ഈ തുണിയുടെ മേളിൽ സെൻറ്ററിൽ വേണം നമുക്കിനി ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോളൂ. അതായത് ഈ സെൻറ്ററിൽ ഒരു പീസ് എടുക്കുക, എന്നിട്ട് മറ്റേ പീസിൻ്റെ സെൻറ്ററിൽ മറ്റേ കൈ വെച്ച ശേഷം ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് വലിക്കാം. അപ്പോൾ നമ്മുടെ പാൻറ്റ് റെഡിയാകണ്ട. മറ്റേ പീസിൻ്റെ സെൻറ്ററിൽ
ഇങ്ങനെയുള്ളതിനെ ആദ്യം ഒരു പീസ് എടുത്ത് സെൻറ്ററിൽ പിടിച്ചു, മറ്റു പീസിൻ്റെ സെൻറ്റർ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ഇതിനകത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ? ഇനി നമുക്ക് ടേബിളിൽ വെച്ച ശേഷം കാലിൻ്റെ അവിടെ ആ ഒരു എ ഷേപ്പ് കണ്ടോ, അത് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തൊപ്പിൽ ഫുള്ളായിട്ട് അങ്ങ് അടിച്ച് വരാം കേട്ടോ. അപ്പം നമുക്ക് കാലിൻ്റെ ആ ഒരു എ ഷേപ്പ് നമുക്കിത് ഇങ്ങനെ വെച്ച ശേഷം കറക്റ്റാക്കി നമ്മൾ വെച്ച ശേഷം ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കാലിൻ്റെ എ ഷേപ്പ് തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മുകളിൽ എലാസ്റ്റിക് വെക്കുക. അപ്പോൾ എലാസ്റ്റിക് വെച്ച ശേഷം മടക്കി അടിച്ചിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോളൂ. അപ്പോൾ ഇത് ഞാൻ എലാസ്റ്റിക് വെച്ച് ചെയ്തത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് കൂടുതലാക്കി ആക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി നമ്മുടെ അളവുകൾക്ക് കുട്ടികൾക്കാണെങ്കിൽ ചെയ്യാം, വലിയവർക്കാണെങ്കിൽ ചെയ്യാതെ നല്ല രീതിക്ക് നമ്മൾ ചെയ്തെടുത്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ചെയ്ത് നോക്കുക. താങ്ക്